മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് TK ജയകുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടേറെ വിമർശനങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട്. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഒരു അപകടമുണ്ടാകുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ആശുപത്രി ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട പേഷ്യൻസിനെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക. ഒരു വലിയ ബിൽഡിങ് നമ്മൾ മൊത്തമായിട്ട് ഇവാക്യുവേറ്റ് ചെയ്ത് മാറ്റി അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ച് എത്രയും വേഗം ഈ മെഡിക്കൽ കോളേജിൻ്റെ ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണ നിലയിലാക്കേണ്ടത് ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ചോളം പാവപ്പെട്ടവരെ സംബന്ധിച്ചോളം അത്യാവശ്യമാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സാറേ, അന്ന് അപകടത്തിനന്ന് വൈകിട്ട് തന്നെ ആദ്യഘട്ടത്തിലുള്ള പ്രാഥമിക വിവരങ്ങൾ കൈമാറിയതിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്ന് സാറ് സമ്മതിച്ചിരുന്നു. അതൊരു ജാഗ്രതക്കുറവ് അങ്ങനെ ഉണ്ടായിരുന്നു? ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ഡിസ്ട്രസ്ഡാണ് അല്ലേ, ഓടി എത്തുന്നു, അവിടെയുള്ള കുറേ പ്രശ്നങ്ങൾ കാണുന്നു. അപ്പോൾ അവിടെ വെച്ച് വസ്തുതാപരമായി എല്ലാം പഠിച്ചിട്ടൊരു ആൻസർ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. ഞങ്ങളൊക്കെ പ്രൊഫഷണൽസാണ്, ഒരു ഡോക്ടേഴ്സാണ്. ഇത് മീഡിയയോ രാഷ്ട്രീയത്തെയോ ഒന്നും നോക്കിയിട്ടല്ല, നമ്മുടെ മനസ്സിൽ അന്നേരം തോന്നുന്ന കാര്യങ്ങളനുസരിച്ച് നമ്മൾ കൊണ്ടുപോയിട്ട് പോകും. പിന്നെ ഒരു അപകട സ്ഥലത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു പ്രൊഫഷണൽ ജോബാണ്. അതിന് അവിടെ ഫയർഫോഴ്സ് ഉണ്ട്, പോലീസുണ്ട്. അത് അവരുടേതായ നിയന്ത്രണത്തിലും അവരുടെ കൈകളിലും കൂടെ പോകേണ്ടതാണ്. അതിൽ ഡോക്ടർമാർ ഇടപെടേണ്ട കാര്യമില്ല. പിന്നെ ആശുപത്രിയെ സംബന്ധിച്ചോളം ഒരു കമാൻഡ് സെല്ലുണ്ട്. ഒരു അപകടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫോം ചെയ്ത കമാൻഡ് സെല്ലുണ്ട്. ആ കമാൻഡ് സെല്ലിന് ഒരു കമാൻഡറുണ്ട്. ആ കമാൻഡറാണ് അത് നിയന്ത്രിക്കുന്നതും അത് കോർഡിനേറ്റ് ചെയ്യുന്നതും. അതിൻ്റെ എൻ്റെ ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 15 മിനിറ്റ് കൊണ്ട് അത് ഇവാക്യുവേറ്റ് ചെയ്യാനും സാധിച്ചത്. ആ സമയങ്ങളിൽ പ്രതികരണത്തിന് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം. അവിടുത്തെ പ്രയോറിറ്റി പേഷ്യൻറ്റിനെ മാറ്റുകയും സേഫ്റ്റിയാണ്. ഒരു അപകടമുണ്ടായാൽ അതിൻ്റെ കാര്യകാരണങ്ങളിലേക്കുള്ള അന്വേഷണങ്ങൾ എപ്പോൾ വേണമെങ്കിലും നടത്താം. അത് വർക്ക് ചെയ്യേണ്ടവരെ വർക്ക് ചെയ്യേണ്ട വ്യക്തി ചെയ്യാൻ വിടുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. അല്ലാതെ പ്രതികരണത്തിനല്ല അവിടെ പ്രധാനം. സാറേ, ഈ നിർത്തിവെച്ച ശസ്ത്രക്രിയകളൊക്കെ നാളെ തുടങ്ങാനാവും. ഓപ്പറേഷൻ തിയേറ്ററുകളൊക്കെ പൂർണ്ണമായും സജ്ജീകരിച്ചോ? അണുവിമുക്തമാക്കുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ല, അത് നമ്മൾ പഴയ ട്രോമ തിയേറ്റർ ഇന്നോവേറ്റ് ചെയ്തതാണ്. അത് നമ്മളിപ്പോൾ അണുവിമുക്തമാക്കി സ്റ്റെറിലൈസ് ചെയ്യാൻ ഇട്ടിരിക്കുന്നു. അപ്പോൾ നാളെ തന്നെ തുടരത്തക്ക രീതിയിലാണ് പോകുന്നത്. അതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബിന്ദുവിൻ്റെ മകൾ നാളെ വീണ്ടും അഡ്മിറ്റ് ആകുമെന്ന് പറഞ്ഞു. അവരുടെ തുടർ ചികിത്സയുടെ കാര്യങ്ങളിലൊക്കെ സർജറിയുടെ കാര്യമൊക്കെ തീരുമാനമായിട്ടുണ്ട്. അവർക്ക് വേണ്ട സർജറി ഫ്രീ ആയിട്ട് ഗവൺമെൻറ് സൈഡിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കാനുള്ള നിർദ്ദേശമുണ്ട്. അതിനുള്ള ന്യൂറോ സർജറി ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് അത് എത്രയും വേഗം ചെയ്തു കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നത്. താങ്ക് യു വെരി മച്ച്. എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി അല്ലെങ്കിൽ ഉത്തരവാദിത്തോടു കൂടി നിർവഹിക്കാൻ കഴിഞ്ഞുവെന്നാണ് സൂപ്രണ്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പ്രവർത്തനം നാളെ പുനരാരംഭിക്കും. അതോടൊപ്പം ബിന്ദുവിൻ്റെ മകൾ നവമിയുടെ ചികിത്സയും വേഗത്തിൽ ഉറപ്പാക്കും. ശസ്ത്രക്രിയ പൂർണ്ണമായും സൗജന്യമായ സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നൽകുമെന്നും സൂപ്രണ്ട് TK ജയകുമാർ വ്യക്തമാക്കുന്നു. ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം ജോസി ബാബു, മീഡിയ 1 കോട്ടയം.